ഹായ് എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് പായസമാണ്. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയിൽ. ഇത് നമ്മൾ തേങ്ങാപ്പാലിലല്ല ഉണ്ടാക്കുന്നത്, പക്ഷെ എന്നാലും നമ്മൾ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുമല്ല വളരെ പെട്ടെന്ന്. തേങ്ങാപ്പാലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ, തേങ്ങ ചിരണ്ടി പിഴിഞ്ഞൊക്കെ എടുത്ത് സമയമെടുക്കും. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അത് ശർക്കര നമുക്ക് ഉരുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നുറുക്കൽ ഗോതമ്പാണ് പായസം ഉണ്ടാക്കാൻ എടുക്കുന്നത്. ആ നുറുക്കൽ ഗോതമ്പ് നമ്മൾ കഴുകി കുക്കറിലിടാം. കുക്കറിലിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഇടാം. അതിലേക്ക് നമ്മൾ ശർക്കര ഒഴിക്കണം. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുക, കുറച്ച് നെയ്യ്, അല്പം ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇതപ്പോൾ നമ്മൾ ശർക്കര നല്ല ശർക്കര നോക്കി എടുക്കണം. അതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കരുത്. ശർക്കര തന്നെ ഉരുക്കി ഒഴിച്ചിട്ടുള്ള അതിൽ തന്നെ വേവിക്കണം. എന്നാൽ ആ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ആ നുറുക്കൽ ഗോതമ്പിലേക്കൊക്കെ മധുരമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. വേവാൻ ഇത്തിരി താമസം കാണും, 2 പ്രാവശ്യം കുക്കറിൽ അടിക്കേണ്ടി വരും. എന്നാലും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം. കുക്കർ വിസിലൊന്നിപ്പോൾ ഓഫ് ചെയ്ത്, അപ്പോൾ വെള്ളമൊക്കെ വറ്റി ശരിക്കും വെന്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ശർക്കര ഒഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൽ വേവാൻ താമസം എടുക്കും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് വയ്ക്കണം. അപ്പം പക്ഷെ വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മളിതിലേക്ക് ശർക്കര പാനിയുടെ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് വേണം നമുക്കിത് വേവിക്കാം. വീണ്ടും വയ്ക്കാം. മുന്തിരിയും കഷ്ണന്റെയും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ കൂടി നെയ്യിൽ വറുത്തെടുത്ത് വെക്കണം. അപ്പോൾ അത് ചെയ്യാം. കുക്കർ അപ്പ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഗോതമ്പെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിലേക്ക് അല്പം പാൽ ഒഴിച്ചു കൊടുക്കണം. പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിച്ച പാൽ ആരും ഒഴിക്കരുത്. തിളപ്പിച്ച് ചൂടോടുകൂടി ആരും ഒഴിക്കാൻ പാടില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നന്നായിട്ട് തണുത്ത പാലാണ് ഉപയോഗിക്കേണ്ടത് ഇതിലേക്ക്. അപ്പോൾ ഞാനിത് നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലാണത്. നല്ല തണുത്ത് നല്ല കട്ടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് പാല്. അപ്പോൾ ഈ പാൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ ചുക്കുപൊടി ഉണ്ടെങ്കിൽ അല്പം ചുക്കുപൊടി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക.
പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന കശുനണ്ടിയും മുന്തിരിയും തേങ്ങക്കൊത്തൊക്കെ കൂടിയുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.